പാലക്കാട് ജില്ലയിലെ ആലത്തൂരിനടുത്തുള്ള ഉപ്പാട് നാച്ചുറൽ ജ്യോതി ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ഡോക്ടറാണ് ഡോക്ടർ സി കൃഷ്ണദാസ്. ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം വളരെ ഗൗരവമായതും വളരെ പ്രാധാന്യവുമായിട്ടുള്ള ഒരു അസുഖത്തെക്കുറിച്ചാണ്. കിഡ്നി രോഗങ്ങൾ. ഏകദേശം ഇന്ത്യയിൽ ഒരു വർഷം 2.5 ലക്ഷത്തോളം ആളുകളാണ് കിഡ്നി രോഗം കൊണ്ട് മരിക്കുന്നത്. ഒരു 15 വർഷം മുമ്പ് വരെ ഡയാലിസിസ് എന്താണെന്ന് ചോദിച്ചാൽ പോലും അറിയാതിരുന്ന ഈ സാഹചര്യത്തിൽ ഇന്ന് എല്ലാവർക്കും ഡയാലിസിസ് എന്ന് കേട്ടാൽ തന്നെ അറിയാൻ പറ്റും കിഡ്നി രോഗത്തിനുള്ള ചികിത്സയാണ് എന്നുള്ളത്. കിഡ്നി രോഗത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് കിഡ്നി എന്താണെന്നും കിഡ്നിയുടെ ജോലി എന്താണെന്നുള്ളതും മനസ്സിലാക്കി വിവിധ വിസർജനേന്ദ്രിയ അവയവങ്ങളിലൂടെ പുറന്തള്ളുകയാണ് കിഡ്നിയുടെ പ്രധാനപ്പെട്ട ജോലി. അതുപോലെ രക്തത്തിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഹൈഡ്രജൻ റേറ്റ് സമനിലയിൽ എത്തിക്കുക എന്നതും കിഡ്നിയുടെ ജോലിയാണ്. അതുപോലെ തന്നെ പ്രതിരോധ ശേഷി ഉണ്ടാക്കുക. കിഡ്നി ശരിയല്ലാതെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ആൾക്ക് പ്രതിരോധ ശേഷി ഉണ്ടാവുകയില്ല. രോഗപ്രതിരോധ ശക്തി വളരെ കുറവായിരിക്കും. രോഗപ്രതിരോധ ശക്തി കൂടുതൽ ഉണ്ടാക്കുക എന്നുള്ളത് കിഡ്നിയുടെ ജോലിയാണ്. അതുപോലെ തന്നെ ബോൺ ഹെൽത്ത്, അതായത് എല്ലുകളുടെ ശക്തി അല്ലെങ്കിൽ എല്ലുകളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതും കിഡ്നിയാണ്. വിവിധ തരത്തിലുള്ള ഹോർമോണുകളെ ബാലൻസ് ചെയ്യുന്നത് കിഡ്നിയാണ്. അതുപോലെ മെൻ്റൽ ഹെൽത്ത് ഉണ്ടാക്കുന്നത്, മാനസിക ആരോഗ്യം, മാനസിക ഉല്ലാസം ഉണ്ടാക്കുന്നത് കിഡ്നിയാണ്. അതുപോലെ സാൾട്ട് ബാലൻസ് ഉണ്ടാക്കുന്നത്, ഉപ്പിൻ്റെ ബാലൻസിങ് ഉണ്ടാക്കുന്നത് കിഡ്നിയാണ്. വെള്ളത്തിൻ്റെ ബാലൻസിങ് ഉണ്ടാക്കുന്നത് കിഡ്നിയാണ്. അതുപോലെ തന്നെ വിറ്റാമിൻ, എല്ലാ ശരീരത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള വിറ്റാമിനുകളുടെ സമനില ഉണ്ടാക്കുന്നതും ആ വിറ്റാമിൻ ശരീരത്തേക്ക് ആവശ്യമുള്ളത് മാത്രം കടത്തിവിടുന്നതും കിഡ്നിയാണ്. അതുപോലെ വിറ്റാമിൻ D3, വിറ്റാമിൻ കാൽസ്യം എന്നിവ ഉണ്ടാക്കുന്നതും കിഡ്നിയിലാണ്. അതുപോലെ കാൽസ്യത്തിൻ്റെ തോത് നിയന്ത്രിക്കുന്നതും അതുപോലെ വിറ്റാമിൻ D3യുടെ തോത് നിർണ്ണയിക്കുന്നതും കിഡ്നിയാണ്. അതുപോലെ തന്നെ കിഡ്നിയിൽ ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട ഹോർമോണാണ് എരിത്രോപൈറ്റിൻ. എരിത്രോപൈറ്റിൻ എന്നുള്ള ഹോർമോൺ കുറവാകുന്ന അവസ്ഥയാണ് എല്ലാ കിഡ്നി ഡിസീസിനും ഉണ്ടാകുന്നത്. എരിത്രോപൈറ്റിൻ എന്ന് പറയുന്നത് ശരീരത്തിലെ ബ്ലഡിലുള്ള ഓക്സിജൻ്റെ സമനില ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ഹോർമോൺ, കിഡ്നി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോണാണ് എരിത്രോപൈറ്റിൻ. എരിത്രോപൈറ്റിൻ കുറവായിരിക്കും സാധാരണ കിഡ്നി ഡിസീസുകളിലുള്ള ആളുകൾക്ക്. അപ്പോൾ ഈ എരിത്രോപൈറ്റിൻ്റെ കുറവ് കൊണ്ട് ഓക്സിജൻ കുറവാകുന്നു. അതും കിഡ്നിയാണ് എരിത്രോപൈറ്റിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരിത്രോപൈറ്റിൻ്റെ അളവ് കുറവായി കാണും. അതുമാതിരി ഒട്ടനവധി ഹോർമോണാണ് കിഡ്നി ഉണ്ടാക്കിവിടുന്നതും അതുമാതിരി ഒട്ടനവധി ഹോർമോണുകളുടെ സമനിലയിൽ എത്തിക്കുന്നതും കിഡ്നിയാണ്. അതുപോലെ ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം കറക്റ്റാക്കി വയ്ക്കുന്നതും കിഡ്നിയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഇനിയും ഒട്ടനവധി പ്രതിപാദിക്കാത്ത ജോലികൾ കിഡ്നിക്ക് ഉണ്ട്. അതുകൊണ്ട് കിഡ്നിയെ സംരക്ഷിച്ച് വയ്ക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. ഇനി കിഡ്നിയിൽ എങ്ങനെയാണ് രോഗങ്ങൾ വരുന്നത്, കിഡ്നി രോഗങ്ങൾ എങ്ങനെയാണ് കിഡ്നിക്ക് രോഗം വരുന്നത് എന്നുള്ളതാണ്. ഒന്ന്, നമ്മുടെ ആഹാര രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അതായത് പുതുമയുള്ള ആഹാരങ്ങൾ കഴിച്ച് അതുപോലെ കൂടുതലായിട്ടുള്ള മോഡേൺ ഫുഡുകൾ കഴിച്ച് കൂടുതലായിട്ടുള്ള ബേക്കറി ഫുഡുകൾ കഴിച്ച് അതുമാതിരി കൂടുതലായിട്ടുള്ള മരുന്ന് പ്രയോഗിച്ച് എന്നിവ ആ വഴിയിലൂടെ കിഡ്നി നാശമായി തുടങ്ങുന്നു. രണ്ടാമത്, പലതരത്തിലുള്ള ഇഞ്ചുറീസ്, അത്യാഹിതങ്ങൾ കിഡ്നിയിൽ തട്ടി കിഡ്നിയിൽ മുട്ടിയിട്ടും കിഡ്നിയിൽ ഇഞ്ചുറീസ് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്നു. അതുപോലെ കിഡ്നിക്ക് ഉണ്ടാകുന്ന ചില സിസ്റ്റുകൾ അത് ഇതിന് കിഡ്നി ഡിസീസിന് കാരണമാകുന്നു.
പിന്നെ ഉണ്ടാകുന്നത് പാമ്പ് കടി മൂലം മുഖേനയുള്ള കിഡ്നി ഡിസീസുകൾ. അങ്ങനെ കിഡ്നി ഡിസീസ് പല വിധത്തിൽ നമുക്ക് കിഡ്നി ഡിസീസുകൾ ഉണ്ടാവുന്നു. ഈ കിഡ്നി ഡിസീസുകളെ എല്ലാം തന്നെ നമുക്ക് പല സ്റ്റേജസുകളായിട്ട് മാറ്റിയിട്ടുണ്ട്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4, സ്റ്റേജ് 5 അങ്ങനെ 5 സ്റ്റേജുകളിലുള്ള ആണ് കിഡ്നി ഡിസീസുകളെ കണക്കാക്കുന്നത്. മൊത്തത്തിൽ നോക്കുമ്പോൾ കിഡ്നി ഡിസീസുകളെ 2 തരങ്ങളായി തരംതിരിക്കാവുന്നതാണ്. ഒന്ന് അക്യൂട്ട് കിഡ്നി ഡിസീസ്, മറ്റൊന്ന് ക്രോണിക് കിഡ്നി ഡിസീസ്. അക്യൂട്ട് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ രോഗം മൂർച്ഛിച്ച് ഉണ്ടാവുന്നതും, ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞാൽ സ്ഥായിയായ ഡാമേജുകൾ ഉണ്ടായി അത് സ്ഥായിയായി നിൽക്കുന്ന കിഡ്നി ഡിസീസുകൾ എന്ന് പറയുന്നത്. ക്രോണിക് കിഡ്നി ഡിസീസിനെ സാധാരണ CKD എന്നുള്ള അബ്രിവേഷനിൽ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ അതല്ലെങ്കിൽ ക്രോണിക് കിഡ്നി ഡിസീസിനെ വേറൊരു അബ്രിവേഷനിലും അറിയപ്പെടും, അതാണ് CRF. CKD എന്ന് പറയുന്നത് ക്രോണിക് കിഡ്നി ഡിസീസും CRF എന്ന് പറയുന്നത് ക്രോണിക് റീനൽ ഫെയിലിയർ. ഇത് രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. മെഡിക്കൽ ഭാഷയിൽ CKD എന്നും അതുമാതിരി CRF എന്നും പ്രയോഗിക്കാറുണ്ട്. ഇങ്ങനെ കിഡ്നി ഡിസീസുകളെ 5 സ്റ്റേജുകളായി മാറ്റാം. അതുമാതിരി മൊത്തത്തിൽ കിഡ്നി ഡിസീസുകളെ 2ആക്കി തിരക്കാം. അക്യൂട്ട് കിഡ്നി ഡിസീസ് എന്നും ക്രോണിക് കിഡ്നി ഡിസീസ് എന്നും പറയാം. ഇനി കിഡ്നി ഡിസീസ് ഉണ്ടാകുമ്പോൾ എന്തെല്ലാമാണ് നമ്മുടെ ശരീരത്തിലുള്ള അവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്ന് നോക്കാം. അവസ്ഥയ്ക്ക് ശരീരത്തിലുണ്ടാകുന്ന ചില പാരാമീറ്റേഴ്സ് നോക്കിയിട്ടാണ് കിഡ്നി ഡിസീസ് ആണോ അല്ലേ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് നമ്മൾ രോഗിയെ പരിശോധിച്ച് നോക്കുമ്പോൾ രോഗിയെ കണ്ടുകൊണ്ട് നോക്കുന്നതും ദർശനം കൊണ്ടും സ്പർശനം കൊണ്ടും നോക്കിയിട്ടാണ് ആദ്യം മനസ്സിലാക്കുന്നത്. ദർശനം കൊണ്ട് നോക്കുമ്പോൾ ഒന്ന് ശരീരത്തിനുണ്ടാവുന്ന നീര് ആണ് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത്. ശരീരത്തിൽ അങ്ങിങ്ങായി കാണുന്ന നീര്, കണ്ണിന് ചുറ്റുമുള്ള നീര്, കാലിലുള്ള നീര്, കാലിൻ്റെ പാദങ്ങളിലുള്ള നീര്, ഇതൊക്കെയാണ് ആദ്യമായിട്ട് കിഡ്നി ഡിസീസ് ഉണ്ടാകുമ്പോൾ തന്നെ ഉണ്ടാകുന്നത്. അങ്ങനെ ഡോക്ടേഴ്സിന് സംശയം തോന്നുമ്പോൾ ഈ ബ്ലഡിലുള്ള ചില ഘടകങ്ങൾ നോക്കിയിട്ടാണ് കിഡ്നി ഡിസീസ് ആണോ ക്രോണിക് ആണോ അല്ലെങ്കിൽ അക്യൂട്ട് ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്. ഇതിനുവേണ്ടി കിഡ്നിക്ക് ചെയ്യാവുന്ന ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് എന്ന് പറയുന്നത് ഒന്ന് ലാബ് ടെക്നിക്കാണ്. ലാബ് ടെക്നിക്കിൽ നമ്മൾ കിഡ്നിക്ക് വേണ്ടി നോക്കുന്ന സമയത്ത് ഒന്ന് ബ്ലഡും യൂറിനും നമുക്ക് പരിശോധിക്കുന്നു. ബ്ലഡ് പരിശോധിക്കുന്ന സമയങ്ങളിൽ ബ്ലഡിലുള്ള ഒന്ന് യൂറിയ, ഒന്ന് ക്രിയാറ്റിൻ, ഒന്ന് യൂറിക് ആസിഡ്, ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് ആ വ്യക്തിക്ക് കിഡ്നി ഡിസീസ് ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത്. അതുപോലെ വേറെ ഒരു പരിശോധന നടത്തുന്നത് സ്കാനാണ്. അൾട്രാസൗണ്ട് സ്കാൻ നോക്കുന്ന സമയങ്ങളിൽ ആ എത്രത്തോളം കിഡ്നിക്ക് റീനൽ പാരൻകൈമൽ ഡിസീസ് എന്നാണ് പറയുന്നത്. റീനൽ പാരൻകൈമൽ ബോത്ത് റീനൽ ബൈലാറ്ററൽ റീനൽ ആണോ അല്ല സിംഗിൾ റീനൽ ആണോ എന്നുള്ളത് കൂടി നോക്കിയാൽ മനസ്സിലാവും. അതായത് സാധാരണയായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ കിഡ്നി ഡിസീസ് അധികമാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ശരീരത്തിലുള്ള രക്തസമ്മർദ്ദത്തെയും അതുമാതിരി പ്രമേഹത്തെയും നമ്മൾ നിയന്ത്രിക്കാത്തതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. രക്തസമ്മർദ്ദം അധികമാകുന്ന സമയത്ത് അത് കിഡ്നിയെ ബാധിക്കും. അതേമാതിരി പ്രമേഹം അധികമാകുമ്പോഴും പ്രമേഹത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ അധികമാകുമ്പോഴും അത് കിഡ്നിയെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഇന്ന് കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത് പ്രമേഹ രോഗത്താൽ ഉള്ളതും അതുപോലെ തന്നെ ഇതുമാണ്. രക്തസമ്മർദ്ദം രോഗത്താൽ ഉണ്ടാവുന്ന കിഡ്നി ഡിസീസുകളാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ പിന്നെ കിഡ്നി ഡിസീസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നത് കിഡ്നി കൂടുതൽ ഡാമേജ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ കൂടുതൽ ഡാമേജ് അല്ലാത്തതാണോ, കൺജനിറ്റൽ ആണോ, അതല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായതാണോ, ക്രോണിക് കിഡ്നി ഡിസീസ് ആണോ, മാറുന്ന കിഡ്നി ഡിസീസ് ആണോ, മാറാത്ത കിഡ്നി ഡിസീസ് ആണോ എന്ന് നോക്കി മനസ്സിലാക്കുന്നത് ഡോക്ടേഴ്സ് അതിനെ ബയോപ്സി എടുക്കുക. കിഡ്നിയുടെ ബയോപ്സി എടുക്കുമ്പോഴാണ് ആ ഡിസീസ് എത്തരത്തിലുള്ള ഡിസീസാണ് എന്ന് പറയുന്നത്. ഈ 1, 2, 3, 4 സ്റ്റേജ് കഴിഞ്ഞുള്ള 5ാമത്തെ സ്റ്റേജിൽ എത്തുന്ന കിഡ്നി ഡിസീസിന് എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസ് എന്നാണ് പറയുക. ESRD എന്നുള്ള അബ്രിവേഷനിൽ അത് അറിയപ്പെടും. എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസ് എന്നാണ് ഇതിന് പറയുന്നത്. എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് അതിന് മുമ്പായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു സാധനമാണ് EGFR എന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് ഗ്ലോമെറുലസ്
ഫിൽട്രേഷൻ റേറ്റ് എന്നാണ്. EGFR എന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് ഗ്ലോബുലസ് ഫിൽട്രേഷൻ റേറ്റ് എന്നാണ് പറയുന്നത്. അതായത് മൂത്രത്തിലെ കിഡ്നിയുടെ ഓരോ അരിപ്പുകളും അരിക്കാനുള്ള ശേഷിയുടെ അളവാണ് ഇത് കണക്കാക്കുക. ഇത് സാധാരണ ഒരു ലാബറട്ടറി പ്രൊസീജിയറാണ്. ലാബറട്ടറി വെച്ചാണ് ഇത് പരിശോധിക്കുന്നത്. അത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ നോക്കിയിട്ടാണ് എത്ര പെർസെൻറ്റേജ് കിഡ്നി വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞത്. ഇത് സാധാരണ ESRDയിൽ അല്ലെങ്കിൽ എൻഡ് സ്റ്റേജ് 5ാമത്തെ സ്റ്റേജിലുള്ള കിഡ്നി ഡിസീസ് എന്ന് പറയുമ്പോൾ 95% വർക്കും കിഡ്നിയുടെ വർക്കും പോയി ബാക്കി 5 മുതൽ 10% മാത്രം കിഡ്നി വർക്ക് ചെയ്യുമ്പോഴാണ് ഈ എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസ് അല്ലെങ്കിൽ ESRD എന്നുള്ള അബ്രിവേഷനിൽ അറിയപ്പെടുന്ന കിഡ്നി ഡിസീസ് ഉള്ളത്. നമ്മുടെ ആയുർവേദത്തിൽ പറയുമ്പോൾ ഇതിന് പ്രധാനമായിട്ടും ഇതിനുണ്ടാവുന്ന നിദാനം എന്ന് പറയുന്നത് രസധാതുവിലുള്ള ആമാവസ്ഥ. ആമ ഇൻ രസധാതു അതാണ് പ്രധാനമായിട്ടും കിഡ്നി ഡിസീസിന് നിദാനമായിട്ടുള്ളത്. അതിനുവേണ്ടി ചികിത്സ എന്ന് പറയുന്നത് രൂക്ഷ വിരേചനമാണ്. രൂക്ഷ വിരേചനം കൊടുത്തുകൊണ്ടാണ് കിഡ്നി ഡിസീസ് എല്ലാം തന്നെ ചികിത്സിക്കുന്നത്. അതിൻ്റെ ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് രൂക്ഷ വിരേചനമാണ്. രൂക്ഷ വിരേചനത്തിലൂടെ അത് പറഞ്ഞ് നമ്മൾ ചില കഷായ പ്രയോഗങ്ങളും അതുപോലെ ചില അരിഷ്ട പ്രയോഗങ്ങളും അതുപോലെ തന്നെ ചില ചൂർണങ്ങളും അതുപോലെ ചില ഘൃതങ്ങളും കൊടുത്തുകൊണ്ട് ഇത് അസുഖത്തെ ഭേദമാക്കുന്നു എന്നുള്ളതാണ്. സാധാരണയായി മോഡേൺ മെഡിക്കൽ സയൻസ് കിഡ്നി ഡിസീസിന് 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് സ്ഥിരമായ ഡയാലിസിസും മറ്റൊന്ന് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ളത്. അതായത് കിഡ്നി മാറ്റിവെക്കൽ എന്നുള്ള ശസ്ത്രക്രിയയുമാണ്. 2 പോംവഴികളാണ് സ്ഥിരമായിട്ടുള്ള കിഡ്നി ക്രോണിക് കിഡ്നി ഡിസീസിന് അല്ലെങ്കിൽ CKD അല്ലെങ്കിൽ CRF എന്നുള്ള രോഗത്തിന് അലോപ്പതി അല്ലെങ്കിൽ മോഡേൺ മെഡിക്കൽ സയൻസിൽ പറയുന്നത്. ഇത് രണ്ടും എന്താണെന്ന് കുറച്ചുകൂടി വിശദീകരിക്കാം. ഒന്ന് ഡയാലിസിസ് എന്ന് പറയുന്നത് കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ മുഴുവനായിട്ട് നിൽക്കുമ്പോൾ അതിന് പകരം കിഡ്നി പോലുള്ള മറ്റൊരു മെഷീനിൽ നമ്മുടെ രക്തത്തെ കടത്തിവിടുകയും രക്തത്തെ കടത്തിവിട്ട് ശുദ്ധീകരിച്ച് വീണ്ടും ശരീരത്തിലേക്ക് ഏൽപ്പിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ഡയാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഡയാലിസിസ് യൂണിറ്റുകൾ സാധാരണ ആശുപത്രികളുമായിട്ട് അനുബന്ധിച്ചാണ് ഉള്ളത്. ഈ ആശുപത്രിയിൽ പോയി ആ ഡയാലിസിസ് ചെയ്യുന്നത് തന്നെ 2 തരത്തിലുള്ള ഡയാലിസിസുകളാണ് ചെയ്യുന്നത്. ഒന്ന് കീമോ ഡയാലിസിസ് എന്നും മറ്റൊന്ന് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്നും പറയുന്നു. കീമോ ഡയാലിസിസ് എന്ന് പറയുന്നത് ശരീരത്തിലുള്ള ഏതെങ്കിലും വെയിനുകൾ കട്ട് ചെയ്ത് ആ വെയിനിലൂടെ മുഴുവനായ രക്തത്തിനെയും മെഷീനിലേക്ക് കടത്തിവിട്ട് ആ മെഷീൻ ശുദ്ധീകരിച്ച് വീണ്ടും ശരീരത്തിലേക്ക് കടത്തിവിടുന്ന പ്രക്രിയയാണ് കീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഒന്ന് കഴുത്തിലെ ഈ സൈഡിലുള്ള ജുഗുലാർ കത്തീറ്ററും ജുഗുലാർ കത്തീറ്റർ എന്ന് പറയുന്നത് ജുഗുലാർ ആർട്ടറി മുറിച്ച് അതിന് രക്തമെടുത്ത് ചെയ്യുന്ന അവസ്ഥയും അതുപോലെ കയ്യിലുള്ള റിസ്റ്റിലുള്ള ഫിസ്റ്റുലയുമാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിന് 2 തരത്തിൽ ചെയ്യുന്നു കീമോ ഡയാലിസിസ്. ഈ കീമോ ഡയാലിസിസ് ചെയ്യുന്നത് കഴുത്തിലുള്ള ഇത് ചെയ്യുന്ന വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയും അത് ഏകദേശം 1 മാസം വരെ മാത്രമാണ് ഇതിൻ്റെ ഉപയോഗം. കഴുത്തിലുള്ള കീമോ ഡയാലിസിസ് ജുഗുലാർ കത്തീറ്റർ ഉപയോഗിച്ച് കീമോ ഡയാലിസിസ് ചെയ്യുന്നത്. 1 മാസത്തിനപ്പുറം തന്നെ സ്ഥിരമായ ഡയാലിസിസിന് വേണ്ടി കയ്യിലെ റിസ്റ്റിലുള്ള ഫിസ്റ്റുല ആണ് ഉപയോഗിക്കുന്നത്. ഇതിന് ചെറിയ ഒരു സർജറി ചെയ്തിട്ടാണ് ഇത് രണ്ടും സാധ്യമാക്കുന്നത്. അതേപോലെ അടുത്ത ഇതാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത് ശരീരത്തിലെ വയറിനകത്തുള്ള ഒരു അവയവമാണ് പെരിറ്റോണിയം എന്ന് പറയുന്നത്. ഈ പെരിറ്റോണിയം ക്യാവിറ്റികളിൽ ചില ഓസ്മോസിസ് മാതിരി ചില മരുന്നുകൾ കുത്തിവെക്കുകയും ആ മരുന്നുകളിലേക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് മരുന്നുകൾ കുത്തിവെക്കുകയും ഈ മരുന്നിലൂടെ ശരീരത്തിന് കണക്ട് ചെയ്ത് ഉടൻ തന്നെ ഡയാലിസിസ് ചെയ്യുന്ന അവസ്ഥയാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഈ പെരിറ്റോണിയൽ ഡയാലിസിസിന് ഡെയിലിയാണ് ചെയ്യുന്നതെങ്കിൽ കീമോ ഡയാലിസിസ് വീക്കിലി 3 പ്രാവശ്യമായിട്ടാണ് ചെയ്യുന്നത്. ആഴ്ചയിൽ 3 പ്രാവശ്യം കീമോ ഡയാലിസിസും ദിവസേന പെരിറ്റോണിയൽ ഡയാലിസിസുമാണ് ചെയ്യുന്നത്. എന്താണ് ഇവയുടെ വ്യത്യാസമെന്നാൽ പെരിറ്റോണിയൽ ഡയാലിസിസ് ഒരു എക്സ്പേർട്ടിന്റെ സഹായത്താൽ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാവുന്നതാണ്. കീമോ ഡയാലിസിസ് എന്ന് പറയുന്നത് ആശുപത്രി വെച്ചാണ് ചെയ്യുന്നത്. ഇനി കിഡ്നി രോഗത്തെ നമുക്ക് എങ്ങനെ തടുക്കാം?
അതാണ് അടുത്തതായി ചിന്തിക്കാനുള്ളത്. കിഡ്നി രോഗത്തെ തടുക്കുന്നതിന് ഒരുപാട് നിർദ്ദേശങ്ങളാണ് ആയുർവേദത്തിൽ പറയുന്നത്. ഒന്ന്, നമ്മുടെ മോഡേൺ ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് ഫുഡിൽ ഉണ്ടാകുന്ന ആദ്യമായി നമ്മുടെ സോഡിയം, പൊട്ടാസ്യം, ഫോസ്ഫറസ് എന്നിവ കുറയ്ക്കുക. ആഹാരത്തിലുള്ള കൃത്രിമമായിട്ടുള്ള സോഡിയം, പൊട്ടാസ്യം, ഫോസ്ഫറസ് എന്നിവ കുറയ്ക്കുക എന്നാണ് ഏക പോംവഴി. അതിനുവേണ്ടി നമ്മൾ ഒഴിവാക്കേണ്ട വസ്തുക്കൾ സത്യാപത്യം ആയുർവേദ, അതാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ബേക്കറി സാധനങ്ങളിലുള്ള എല്ലാ സാധനങ്ങളിലും സോഡിയവും പൊട്ടാസ്യവും ഫോസ്ഫേറ്റും ഫോസ്ഫറസും ഏറ്റവും കൂടുതലാണ്. അത്തരത്തിലുള്ള ആഹാര വസ്തുക്കൾ ഒഴിവാക്കുക. അതുപോലെ അച്ചാർ അല്ലെങ്കിൽ പിക്കിൾസിന്റെ ഉപയോഗം വളരെ കുറയ്ക്കുക. ഉപ്പില്ലാത്ത ആഹാരം ശീലിക്കുക, അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് ഏറ്റവും കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക. അതുപോലെ കൊളസ്ട്രോൾ ഏറ്റവും കൂടുതൽ കുറയ്ക്കുക. അതുപോലെ തന്നെ കൊഴുപ്പുള്ള ആഹാര വസ്തുക്കളായിട്ടുള്ള മത്സ്യം, മാംസം, മുട്ട എന്നിവ കുറയ്ക്കുക. മത്സ്യം, മാംസം, മുട്ട എന്നിവ കഴിക്കുമ്പോൾ അനിമൽ പ്രോട്ടീൻ ആണ് ഏറ്റവും കൂടുതൽ. പ്രോട്ടീൻ്റെ ഒരു ഡെറിവേറ്റീവ് ആണ് ക്രിയാറ്റിൻ എന്ന് പറയുന്നതും യൂറിയ എന്ന് പറയുന്നതും. ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ശരീരത്തിലെ മസിൽ വേസ്റ്റ് ആണ്. ഈ മസിൽ വേസ്റ്റിന്റെ ക്രിയാറ്റിന്റെ അളവ് നോക്കിയിട്ടാണ്, ക്രിയാറ്റിന്റെയും യൂറിയയുടെയും അളവ് നോക്കിയിട്ടാണ് ഒരാൾക്ക് കിഡ്നി ഫെയിലിയർ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ കിഡ്നി ഡിസീസ് ഉണ്ടോ എന്ന് പറയുന്നത്. സാധാരണ ക്രിയാറ്റിന്റെ അളവ് 1.3 വരയ്ക്കുവാണ്, അപ് ടു 1.3 ആണ്. ഇപ്പോൾ 1.3 വരെയുള്ള ആൾക്ക് ക്രിയാറ്റിന്റെ അളവ് നോർമലും, അതിന് കൂടുതൽ വരുന്നത് കിഡ്നി ഫെയിലിയർ ആകുന്നു എന്നുള്ളതിന്റെ ലക്ഷണവുമാണ്. അതുപോലെ തന്നെ യൂറിയ എന്നത് 40 മുതൽ 55 ആണ് ഒരാളുടെ ശരീരത്തിൽ ഉണ്ടാവേണ്ടത്. അതിൽ കൂടുതലാകുമ്പോൾ കിഡ്നി ഫെയിലിയർ ആവുന്നത്. ആദ്യമായിട്ട് കിഡ്നിക്ക് അസുഖം ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറയുന്നത് യൂറിനിലൂടെ പ്രോട്ടീൻ ലീക്കായി പോവുക എന്നുള്ളതാണ്. പ്രോട്ടീൻ യൂറിയ എന്ന് പറയുന്നത് യൂറിനിലൂടെ പ്രോട്ടീൻ ശരീരത്തിൽ പിടിച്ചു നിൽക്കാതെ ശരീരത്തിൽ നിന്ന് മലസഞ്ചയം എന്ന് പറയുന്നത് നമ്മുടെ മലമൂത്ര വിസർജന പ്രക്രിയകൾ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ്. ഇന്ന് അധികം കുട്ടികളിലും സ്കൂളുകളിൽ സാനിറ്ററി ടോയ്ലറ്റുകൾ ഇല്ലാത്ത അവസ്ഥയിൽ പെൺകുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. മൂത്രം ഒഴിക്കുന്നതിനെ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മൂത്രം ഒഴിക്കുമ്പോൾ തടഞ്ഞു നിർത്തുന്ന സമയത്ത് അത് കിഡ്നി ഡിസീസിന് കാരണമായി മാറുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വേണം നമുക്ക് നമ്മുടെ മലമൂത്ര വിസർജനാദികൾ സമയാസമയങ്ങളിൽ കറക്റ്റായി ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആയുർവേദത്തിൽ രൂക്ഷ വിരേചനം എന്നത് ഒരു ചികിത്സാ മാർഗമായിട്ട് തുടരുന്നതിൻ്റെ പ്രത്യേകത. പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഇത്തരത്തിലുള്ള അനാവശ്യമായ കൊഴുപ്പ് വസ്തുക്കൾ ഒഴിവാക്കുക, ടോക്സിൻ ഉണ്ടാവുന്ന ഭക്ഷണ വസ്തുക്കൾ ഒഴിവാക്കുക, അതുമാതിരി കൃത്രിമമായിട്ടുള്ള രാസവസ്തുക്കൾ നിറഞ്ഞ ഭക്ഷണം കഴിക്കാതിരിക്കുക, വെള്ളം ധാരാളം കുടിക്കുക എന്നുള്ളതാണ് കിഡ്നി ഡിസീസിന് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള അവസ്ഥ, ഈ വരാതിരിക്കാനുള്ള മുറകൾ. ഇത്രയുമാണ് കിഡ്നി ഡിസീസിനെ കുറിച്ച് ഏകദേശ വിവരം പറയാനുള്ളത്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാർത്ത അവസാനിപ്പിക്കുന്നു. താങ്ക് യു. എന്ന് പറയുന്നത്